ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ മുമ്പ് കുറച്ച് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവാ, ഡെക്കറേഷൻ. സോ ഞാൻ നമ്മുടെ സൈഡ് കിക്ക്, ഐ മീൻ നമ്മുടെ ഹെൽപ്പർ, ഇത് എൻ്റെ ഹെൽപ്പർ, ഇതാണ് പേരാണ്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻ വേണ്ടിയിട്ട്. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ. കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ അറിയില്ല, എൻ്റെ പേര് ബലൂൺ ഗ്ലൂ. പിന്നെ ഇതിൽ ബലൂണുകളുണ്ട്. ബലൂൺ കുറേ ഉണ്ട്. ബ്ലൂ, അതുപോലെ സിൽവർ വരുന്നത്, പിന്നെ വൈറ്റ്, അതിൻ്റെ ഉള്ളിൽ ഷെൽ എന്നൊക്കെ ആയിട്ട്. പിന്നെ അതേ നമുക്ക് ബലൂൺ പമ്പർ ബലൂൺ വീർപ്പിക്കാതെ. പിന്നെ ഇതിൻ്റെ കൂടെ ബലൂൺ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ടേപ്പ് പോലത്തെ അങ്ങനെ. അതിൻ്റെ പിന്നെ ഇത് വേറൊരു ഷേപ്പിലുള്ള ഫോയിൽ ബലൂൺ. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ഇത് പോയി. അത് ലാസ്റ്റ് ഞങ്ങളിതൊക്കെ ഒന്ന് വീർപ്പിച്ച് റെഡിയാക്കട്ടെ. ലാസ്റ്റ് ഞാൻ തന്നെ ചെയ്തു. 2 പീസ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വീർപ്പിച്ച് നോക്കട്ടെ. അതിപ്പോൾ വേണ്ട. സോ ഇത് രണ്ടും എൻ്റെ കേക്കിൻ്റെ തിരുകൾ ഇതാണ് തിരിപ്പിക്കാനുള്ള പൊളിക്കട്ടെ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അതാ ഇങ്ങനെയാണ്. ഞാൻ പിറ്റേ ദിവസം അത് അഴിച്ചു പണിത് വീണ്ടും ശരിയാക്കി വെച്ചു കേട്ടോ. എന്തൊക്കെയോ അപാകത തോന്നി. ഇത് പിന്നെ മോന് പിറ്റേ ദിവസം, അതായത് ബർത്ത്ഡേയുടെ അന്ന് കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റാണ്.
അവന് സ്കൂൾ ബസ്സിൽ കൊടുക്കണം, അതുപോലെ തന്നെ ക്ലാസ്സിലും കൊടുക്കണം, ടീച്ചേഴ്സിനും കൊടുക്കണം. അതൊക്കെ ഓരോരോ സെപ്പറേറ്റ് കവറിലാക്കി വെക്കാൻ കേട്ടോ ഞാൻ. അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ഒരു ഇതിലാക്കി വെച്ചാൽ വാനിൽ പോകുമ്പോഴും എല്ലാവരും എടുത്ത് കഴിച്ചു അത് തീരും. എന്നും ഇവന് കംപ്ലൈൻ്റാണ്, അമ്മ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ എക്സ്ട്രാ കിട്ടിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് എക്സ്ട്രാ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒക്കെ ഓരോരോ കവറിലാക്കി വെച്ച് കൊടുത്തത്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അവരൊക്കെ പോയി കിടന്നുറങ്ങി. ഹലോ, അപ്പോൾ ഇത് സമയം 11:35 കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛനും മക്കളൊക്കെ കിടന്നുറങ്ങി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക 12 o'clock ആവാൻ വേണ്ടി. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ 12 o'clock വരെ എണീറ്റിരിക്കാൻ വേണ്ടി ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത് അബദ്ധമായി. കാരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അതും ഇതൊക്കെ തുറന്ന് നോക്കാൻ തുടങ്ങി. ലാസ്റ്റ് പിടിക്കപ്പെട്ടാലോ എന്ന് വെച്ച് ഞാൻ അവൻ ചീത്ത പറഞ്ഞു, തരുന്നില്ല സർപ്രൈസ്, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ അയ്യോ വേണ്ട, ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, എന്നാലും അമ്മ എന്നെ വിളിച്ചോ പറഞ്ഞു. അപ്പോൾ ഞാൻ 12 o'clock ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എന്തുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 45 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറഞ്ഞാൽ എൻ്റെ വായിൽ വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 11:55 ഒക്കെ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സർപ്രൈസ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ടൈമിൽ ഇങ്ങനെ വിളിച്ച് കേക്കൊക്കെ കട്ടയക്കുന്നത്. ഉറങ്ങിയെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. അവൻ ചിലപ്പോൾ ഉറങ്ങിയ പോലെ കിടക്കും, പക്ഷെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇവിടെ പുറത്ത് ലൈറ്റ് ഉണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നോക്കുക അതിലാരെങ്കിലും പോയാലൊക്കെ ഞാൻ കാണിക്കുന്നത് പൊട്ടത്തരൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 11:50 ആവട്ടെ, എന്നിട്ട് നമുക്ക് ആ സംഭവം പുറത്തെടുത്ത് അവനെ കൊണ്ട് വിളിച്ചുണർത്തണം. മോനെയും അച്ഛനെയും വിളിച്ചുണർത്തണം. മോളെ ഡൗട്ടാണ്, മോളെ ചിലപ്പോൾ വിളിക്കില്ല, അവളെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവൾ അലമ്പാവാതെ. അപ്പോൾ അതുകൊണ്ട് അച്ഛനും മക്കളും ഉറങ്ങണ കാണിച്ചിടാം. ഞാൻ ഇനി അവിടെ ലൈറ്റ് ഇട്ടിട്ട് വേണ്ടി വരും അവിടെ വീഡിയോ എടുക്കാനായിട്ട്. അവന് ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഹിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അവൻ ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞ വഴി തന്നെ പോയി നോക്കിയത് ഫസ്റ്റ് ഫ്രിഡ്ജ് തുറക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈൽ വീണു. അപ്പോൾ അവന് ഒരു സംശയം ഉണ്ടായിരുന്നു ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞ വഴി തന്നെ പോയി നോക്കിയത് ഇതാണ് ഫ്രിഡ്ജ്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഞാൻ കൊണ്ട് കാണിച്ചാലും അവൾ അത്ര വലിയ ഇതൊന്നാവില്ല. അത് അറിയില്ല എങ്ങനെയാണോ, നമുക്ക് നോക്കാം, ടൈമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി കിടന്നുറങ്ങാനായിട്ട്. ഞാൻ എന്തായാലും നേരത്തെ കിടന്നുറങ്ങാറുള്ളതാണ്, ഇപ്പോൾ മൊബൈലൊന്നും നോക്കിയിരിക്കാറൊന്നുമില്ല രാത്രി. ഇന്നിപ്പോൾ ഈ ഒരു ഇത് കാരണം കൊണ്ട് നാളെ ഇനിയിപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല, ഉറക്കം വരില്ല. എഡിറ്റിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ അതും യൂട്യൂബും പിന്നെ റീൽസിൻ്റെ കുറച്ചൊക്കെ നാളെ എഡിറ്റ് ചെയ്തിടണം. പിന്നെ നാളെ രാത്രിയും ഇതൊക്കെ തന്നെ അവസ്ഥ. കുറേ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, കാരണം സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്, അന്നാണ് ഞങ്ങൾ ഉറങ്ങണ ദിവസം. അപ്പോൾ ഈ ഒരാഴ്ചയിലത്തെ ഉറങ്ങി തീർക്കുന്നത് അപ്പോഴാണ്. പക്ഷെ ഇപ്രാവശ്യം കാർണിവൽ ഉണ്ട് അവർക്ക്, അപ്പോൾ അവരുടെ സ്കൂളിലേക്ക് പോകണം. മോനവിടെ സ്റ്റോളൊക്കെ ഇടുന്നുണ്ട്, അവനും ഫ്രണ്ട്സൊക്കെ ചേർന്നു. അപ്പം അതുകൊണ്ട് സാറ്റർഡേയിലത്തെ ഉറക്കം സ്വഹ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ സമയം ഒരു 11:43 ആവുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ 11:50 ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം. ഞങ്ങളുടെ കേക്ക് ഇതാണ് കേട്ടോ. വയ്ക്കട്ടെ. ഹലോ 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 പോയി
Happy birthday. ഹാപ്പി ബർത്ത്ഡേ. നീ എൻ്റെ പോയി കെട്ടുപോയി. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ട് കട്ടേ. കട്ടിയതാ മതി. കഴിക്കണമെന്നില്ലല്ലോ ഇപ്പൊ. കഴിക്കണ്ട. കൈകാക്കണ്ടേ? ഓക്കെ. അപ്പം നല്ല ഉറക്കപ്പിച്ചിലാണ് എനിക്ക് വന്ന് കേക്ക് കട്ട് ചെയ്ത്. എന്നിട്ട് ഉറക്കം വന്നിട്ട് ഞാൻ പറഞ്ഞു വായിൽ ചേട്ടടാ, വായിൽ ഇങ്ങോട്ട് തരുന്നില്ല, അങ്ങോട്ട് വയ്ക്കാൻ വേണ്ട. അവൻ ഇത്തിരി കഴിച്ചിട്ട് അവൻ പോയി കിടന്നു. അച്ഛൻ വേഗം വിഷ് ചെയ്തു, അങ്ങനെ കിടന്നുറങ്ങി. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ, സ്പാർക്ക്ലിങ് ക്യാൻഡിൽ, അതൊരു മാതിരി സാധനം കേട്ടോ. അത് ഭയങ്കര സ്മെല്ല്. ഞാൻ നേരത്തെ കത്തിച്ചു പോയി. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ, നാളത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം നാളെ വൈകിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കേക്ക് കട്ട് ചെയ്യും. അമ്മയൊക്കെ വന്നിട്ട് എന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോവുക കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പോഴത്തെ ഇതൊക്കെ നോക്കട്ടെ, എടുക്കാൻ പറ്റിയെങ്കിൽ, മറന്നു പോയില്ലെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.